ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. കാരണം നമ്മുടെ ചാനലിൽ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 3D ബോക്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വെർഷനാണ്. അപ്പോൾ അലൈറ്റ്മോഷൻ ഓപ്പൺ ആക്കുക, റേഷ്യോ FPS എല്ലാം സെറ്റാക്കിയിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം 2 വീഡിയോസ് അല്ലെങ്കിൽ 2 ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ 2 വീഡിയോസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് മാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ കൊണ്ടുവന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ലെങ്ത് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അത്രയും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് ഈ ലെയറിൻ്റെ മുകളിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ബേസ് ലെയറും അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു റെക്റ്റാങ്കിളും കൂടെ തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ സെൻറ്റർ ഓപ്ഷനാണ് ഗ്രൂപ്പ് ആൻഡ് മാസ്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലോട്ട് മാസ്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെയും ആ ലെയറും അതിൻ്റെ മുകളിലുള്ള റെക്റ്റാങ്കിളും കൂടെ തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ലെയർ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒരു ലെയർ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടിട്ട് ഹൈഡ് ചെയ്യാത്ത ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്ട്സിൽ പോയിട്ട് ജസ്റ്റ് ക്യൂബ് എന്നൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ വരും. അത് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഒന്ന് കൊടുത്തിടുക. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഷെയ്ഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ഫ്ലാറ്റ് ആക്കുക. സ്കെയിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. നമുക്ക് അത്യാവശ്യം ഓക്കെ ഈ ഒരു സൈസിലോട്ട് കൂട്ടി കൊടുക്കുക. ഇനി കുറച്ചുകൂടെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ നോക്കാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റിലേറ്റ് ചെയ്തിട്ട് ഒറിജിനലായിട്ടുള്ള ഒരു കമ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് ജസ്റ്റ് വൈപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൈപ്പ് വരും. അത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ഇടുക. ഓക്കെ, ഇനി ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്ട്സ് കൊടുക്കുക. മേലിലുള്ള ലെയറും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ ഇപ്പോൾ നമ്മൾ 2 ലെയറും ഫസ്റ്റ് കിടക്കുന്ന 2 ലെയേഴ്സിലും 2 എഫക്ട്സ് വെച്ച് കിടപ്പുണ്ട്, ക്യൂബും വൈപ്പും വെച്ച് കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയറിൻ്റെ ഒരു നടുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണെങ്കിലും ഒരു മാർക്ക് കൊടുക്കുക. കാരണം ഈ മാർക്കിൽ വെച്ചാണ് നമ്മൾ കീ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, ഈ മാർക്കിലും കൂടെയാണ് കീ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, വൈപ്പ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, വൈപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എൻഡ് ഒന്ന് ടാപ്പ് ചെയ്യുക. അത് കുറച്ച് 50 ആയി കൊടുക്കുക. ഓക്കെ, $50 ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഓറിയൻറ്റേഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഓറിയൻറ്റേഷനിലൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് -45 അല്ലെങ്കിൽ ഒരു +45 വെച്ച് കൊടുക്കുക. ഓക്കെ, ഇവിടെ +45 ആണ് കൊടുക്കുന്നത്. ആ ഒരു കീ ഫ്രെയിം ജസ്റ്റ് എൻഡിങ്ങിലാക്കി കൊടുക്കുക. അവിടുത്തെ ഗ്രാഫ് ഓപ്പൺ ചെയ്യുക, ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവ് വീഡിയോ കാണുന്ന പോലെ ഈ ഒരു കർവ് ജസ്റ്റ് എടുത്തതിന് ശേഷം കോപ്പി ചെയ്യുക. ഓക്കെ, ഈ കർവ് കോപ്പി ചെയ്യുക. ഇനി അടുത്ത ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ക്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, വൈപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, സ്റ്റാർട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് 50 ആയി കൊടുക്കുക. ഓക്കെ, അവിടുത്തെ വൈപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക, അവിടുത്തെ ക്യൂബ് ഒന്ന് സെലക്ട് ചെയ്യുക, ഓറിയൻറ്റേഷനിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. നമ്മൾ നേരത്തെ +45 ആണ് കൊടുത്തത്, ഇവിടെ നമ്മളൊരു -45 കൊടുക്കുക. ഓക്കെ, ആ കീ ഫ്രെയിം ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഡ്രാഗ് ചെയ്ത് എൻഡിങ്ങിലാക്കുക. അവിടുത്തെ ഗ്രാഫ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബേസ് ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ജസ്റ്റ് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അവിടുത്തെ എഫക്ട്സ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ലെയറിൽ നിന്ന് എഫക്ട്സ് കോപ്പി ചെയ്ത് നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്ത എഫക്റ്റ് ഇവിടുത്തെ ബേസ് ലെയറിലൊന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി മേളിൽ കിടക്കുന്ന ലെയറിലെ എഫക്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അത് ഈ ലെയറിലെ മേളിൽ കിടക്കുന്ന ലെയറിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെയറിലെ എഫക്ട്സ് ഈ ഒരു ലെയറിലോട്ടും ഈ ലെയറിലുള്ള എഫക്ട്സ് ഈ ലെയറിലോട്ടും ആയി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഒന്ന് ഓപ്പൺ ആക്കുക, എഫക്ട്സിൽ പോവുക, ക്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, ക്യൂബിൽ ഈ ഒരു നമ്മൾ എൻഡിങ്ങിൽ കിടക്കുന്ന കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഫ്രണ്ടിലോട്ടായി കൊടുക്കുക. ഓക്കെ,
അവിടുത്തെ വാല്യൂ ഇവിടെ ഇപ്പോൾ +45 നടക്കുന്നെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മൈനസ് വാല്യൂ ആക്കി കൊടുക്കുക. ഓക്കെ, മൈനസ് വാല്യൂ. ഓക്കെ, -45 വെച്ച് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഫ്രണ്ടിലോട്ടായി കൊടുക്കുക. അവിടുത്തെ ഗ്രാഫ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കർവ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ക്യൂബ് ഒന്ന് ഓപ്പൺ ആക്കുക, എൻഡിങ്ങിൽ കിടക്കുന്ന കീ ഫ്രെയിം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഫ്രണ്ടിൽ കൊണ്ടുവരിക. ഓക്കെ, ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ -45 ആണ് നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് +45 ആയി കൊടുക്കുക. ആ ഒരു കീ ഫ്രെയിം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഫ്രണ്ടിലോട്ടായി കൊടുക്കുക. അവിടുത്തെ ഗ്രാഫ് ഒന്ന് ഓപ്പൺ ചെയ്യുക, കോപ്പി ചെയ്യുക, ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. MP4 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതിൻ്റെ XML ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും ഉണ്ടാവും.